ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിൽ കുറെ ശ്ലോകങ്ങൾ നോക്കിയിരുന്നു. ഒന്നുകൂടെ ആ ശ്ലോകങ്ങളുമായി അല്പം പരിചയപ്പെട്ട ശേഷം പുതിയ മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കും. തുടക്കത്തിൽ ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ വിശേഷണ വിശേഷ്യമാണ്. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ സമവേതാഹ യുത്സവഃ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന, യുദ്ധത്തിന് തയ്യാറായി ഒന്നിച്ചു ചേർന്നിരിക്കുന്ന മാമകാഹ പാണ്ഡവാഹ എന്റെ ആൾക്കാരും പാണ്ഡുവിന്റെ ആൾക്കാരും പാണ്ഡുവിന്റെ മക്കളും ച കിം അകുർവത വാട്ട് ഡിഡ് ദേ ഡു ഹേ സഞ്ജയ. സഞ്ജയനോട് ചോദിക്കുകയാണ്, എന്താണ് അവർ ചെയ്തത്? പദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ധൃതരാഷ്ട്ര ഉവാച. ധൃതരാഷ്ട്ര എന്നുള്ള പദത്തിന് ഒരു പ്രത്യേക അർത്ഥം വിചാരണം ചെയ്യാറുണ്ട്. രാഷ്ട്രത്തെ ധരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ, രാഷ്ട്രത്തെ ഭരിക്കുന്നവൻ, രാഷ്ട്രത്തെ നയിക്കുന്നവൻ, രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവൻ, ഇങ്ങനെയൊക്കെ ഉള്ള അർത്ഥം ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ രാഷ്ട്രത്തിനെ നയിക്കേണ്ട, രാഷ്ട്രത്തിനെ രക്ഷിക്കേണ്ട സംരക്ഷകനായ, രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമുള്ള അദ്ദേഹം എങ്ങനെ മാമകാഹ പാണ്ഡവാഹ എന്ന് പറയാൻ സാധിക്കും എന്ന് നമ്മൾ വിചാരണ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ബോധമില്ലാഞ്ഞിട്ടല്ല പോലും, അദ്ദേഹത്തിന് വളരെയധികം ജ്ഞാനമുള്ള ആയിരുന്നു. അദ്ദേഹം വ്യാസമഹർഷിയുടെ സ്വന്തം മകനാണ്. വ്യാസമഹർഷി തീർച്ചയായിട്ട് മക്കൾക്ക് ഉപദേശം കൊടുക്കാനായിട്ട് എത്തുമായിരുന്നു. യാജ്ഞവൽക്യ മഹർഷി അദ്ദേഹത്തിന്റെ ഉപദേശകനായിട്ട്, മഹാനായ ബൃഹദാരണ്യ ഉപനിഷത്തിൽ യാജ്ഞവൽക്യ മഹർഷിയുടെ ഉപദേശങ്ങളാണ് ധാരാളം. യാജ്ഞവൽക്കനും ഋഷിയും അദ്ദേഹത്തിന്റെ ഭാര്യ മൈത്രേയുമായുള്ള സംഭാഷണം. പിന്നെ വിദൂരർ, മഹാത്മാവായ വിദൂരർ എപ്പോഴും തന്റെ അനിയൻ ഏത് സമയത്തും അദ്ദേഹത്തെ ഉപദേശിക്കാനായിട്ട് ചെല്ലുമായിരുന്നു. സഞ്ജയൻ തന്റെ മന്ത്രിയാണ്, ഉത്തമനായ ഒരു ഭക്തൻ. ഇങ്ങനെ ജ്ഞാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, പക്ഷെ ജ്ഞാനം ചെയ്യാൻ സാധിക്കുന്നില്ല അദ്ദേഹം എന്ന്. എൻ്റെ മകനോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് പാണ്ഡവരോട് ധർമ്മം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഭാഗവതത്തിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്കൊരു ബോധം എന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് മാമകാഹ പാണ്ഡവാഹ വേർതിരിച്ചു. അദ്ദേഹം യുദ്ധം അവിടെ തുടങ്ങിയെന്നർത്ഥം. യുദ്ധം ഇപ്പോൾ തുടങ്ങിയതല്ല. ഏത് സമയത്ത് മാമകാഹ പാണ്ഡവാഹ എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോൾ ഉണ്ടായോ അന്ന് മുതൽ ഈ യുദ്ധം തന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് കരുതുക നമ്മൾ. സംഭവിച്ചത് ഇപ്പോഴാണെങ്കിലും. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് നോക്കാം. സഞ്ജയൻ എന്ത് പറഞ്ഞു? സഞ്ജയൻ പറയുന്നു, ദൃഷ്ട്വാദ പാണ്ഡവാനീകം
വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. രാജ എന്ന് പറയുന്നത് ഇവിടെ ദുര്യോധനെ കുറിച്ച് പറയുന്നു. സരളമായ പദങ്ങളാണ്. രാജാവ് പറഞ്ഞു, എന്ത് പറഞ്ഞു? ദൃഷ്ട്വാ പാണ്ഡവാനീകം ദൃഷ്ട്വാ. എന്ത് കണ്ടുകൊണ്ട്? പാണ്ഡവരുടെ സൈന്യത്തെ കണ്ടുകൊണ്ട്, അവരുടെ വ്യൂഢം, അവരുടെ സൈന്യത്തിനെ വേണ്ട രീതിയിലുള്ള വ്യൂഢം ഉണ്ടാക്കി നിർത്തിയിരിക്കുന്നത് അത് കണ്ടുകൊണ്ട്, അതിന്റെ അറേഞ്ച്മെന്റ് കണ്ടുകൊണ്ട് ദുര്യോധനൻ തഥാ ആചാര്യം ഉപസംഗമ്യ, ആചാര്യന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. പശ്യേതാം, അങ്ങ് നോക്കുക, അങ്ങ് നോക്കിക്കൊള്ളുക. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമും. ആചാര്യ മഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ വ്യൂഢാം പശ്യതു. കാണുക അങ്ങ് സൈന്യത്തെ അലങ്കരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന, യുദ്ധത്തിനായി നിരത്തിയിരിക്കുന്ന പാണ്ഡവന്മാരുടെ സൈന്യത്തെ നോക്കുക. അതാരാണ് ചെയ്തിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത്? അങ്ങയുടെ ബുദ്ധിമാനായ ശിഷ്യനായ ദ്രുപദപുത്രനാണ്, ദുഷ്ടദിമ്നനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപക്ഷെ ദുഷ്ടദിമ്നോട് തന്റെ ശിഷ്യനായതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച കാണിക്കുമോ എന്നൊരു സംശയം ഉണ്ടായതുകൊണ്ടാണോ ദുര്യോധനൻ ഇങ്ങനെ ഒരു സംബോധന ചെയ്യാൻ കാരണം എന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. ദുര്യോധനൻ ഇങ്ങനെ പാണ്ഡവ സൈന്യത്തെ നോക്കി അവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം എന്താണ്? അതും നമ്മൾ കണ്ടു. അല്പം മനസ്സിൽ ഭയം കൊണ്ടായിരിക്കാം, പാണ്ഡവന്മാരുടെ ശക്തി കൊണ്ടായിരിക്കാം, അവരെ അല്പം പേടിയുണ്ടായിരുന്നോ എന്ന സംശയം. അഥവാ താൻ ചെയ്യുന്ന ധർമ്മം അധാർമികമായ യുദ്ധമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, പാണ്ഡവർക്ക് അവകാശമുള്ള രാജ്യം ഞാൻ കൊടുക്കേണ്ടതാണ്, എന്നാലും ഞാൻ കൊടുക്കുന്നില്ല. എൻ്റെ ഉള്ളിലുള്ള ആ അധാർമികമായ ചിന്തനം കൊണ്ട് അദ്ദേഹം സ്വയം അംഗീകരിക്കുന്ന ഒന്നാണ്. ഭഗവാനോട് പറഞ്ഞ പോലെ ഒരു സമയത്ത് അദ്ദേഹം, എനിക്ക് ധർമ്മം എന്താണെന്നറിയാം, അധർമ്മം എന്താണെന്നറിയാം, പക്ഷെ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നില്ല, അധർമ്മം ചെയ്യാതിരിക്കാനും സാധിക്കുന്നില്ല എനിക്ക് എന്ന് ഭഗവാനോട് പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ആ ഒരു ഭയം, ഞാൻ ചെയ്യാൻ പോകുന്നത് അധർമ്മമാണല്ലോ എന്നുള്ളൊരു ഭയം, അതുകൊണ്ടത് ഞാൻ തോറ്റുപോകുമോ എന്നൊരു സംശയം കൊണ്ടായിരിക്കാം ഒരു പക്ഷെ. അതോ ഇനിയും ദ്രോണാചാര്യരും ഭീഷ്മരും പാണ്ഡവരുടെ സൈഡിൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ അവരെ സഹായിക്കുമോ, തൻ്റെ സൈഡിൽ നിന്നുകൊണ്ട്, തൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പൂർണ്ണമായി ആത്മാർത്ഥതയോടുകൂടി അവര് യുദ്ധം ചെയ്യുമോ, ഇങ്ങനെയൊക്കെയുള്ള സംശയം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം ഇതിൽ കൂടെ. ഏതായാലും നമ്മുടെ വിഷയം അതൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന സമായുധി യുധാനോ വിരാടച്ച ദ്രുപദച്ച മഹാരഥ. ആരൊക്കെ ഉണ്ടാണെന്ന് സൂചിപ്പിക്കുകയാണ്. അത്ര യുദ്ധത്തിൽ അത്ര ശൂര മഹാ ഈശ്വാസാഹ, മഹാവീരന്മാർ അവിടെ ഉണ്ടെന്ന്, മഹാവീരന്മാരുമുണ്ട്. ആരുണ്ട്? ഭീമാർജുന സമായുധി, യുദ്ധത്തിൽ ഭീമനെയും അർജുനെയും പോലെ സാമർഥ്യമുള്ള ആള്. യുധാനഹ വിരാടച്ച ദ്രുപദ മഹാരഥനായ ദ്രുപദൻ, ഇവരെല്ലാം ഉണ്ട് അവിടെ. മഹാരഥൻ എന്നുള്ള വാക്കൊക്കെ ടെക്നിക്കൽ വാക്കാണ് കേട്ടോ, ഒരു വലിയ യുദ്ധം എന്നുള്ള വാക്കല്ല. കാരണം മഹാരഥൻ എന്നുള്ള പദവിക്ക് ഇത്ര സൈന്യത്തിന്റെ ശക്തി അവർക്കുണ്ട്. ഇത്ര സൈന്യം അവർക്ക് ഇത്ര അക്ഷൗണികളോ പോലും അവർക്കുണ്ട്. ഇത്ര സൈന്യം, അവരുടെ കാൽപ്പട ഇത്ര ഉണ്ടായിരിക്കണം, കുതിരപ്പട ഇത്ര ഉണ്ടായിരിക്കണം, ആനപ്പട ഇത്ര ഉണ്ടായിരിക്കണം, അവര് ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് കൂടുതൽ അന്വേഷിച്ചിട്ട് നമുക്ക് വലിയ പ്രയോജനമില്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം ഇനിയും വരുന്നേ ഉള്ളൂ. നമുക്ക് പഠിക്കേണ്ട കാര്യം നമ്മൾ എന്താണ് ഇതിന്റെ ഭഗവത്ഗീത രഹസ്യം എന്താണെന്ന് അറിയാനാണ് നമ്മുടെ യാത്ര. അപ്പൊ നമ്മുടെ വിഷയം വേറെയാണ്, അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ് വിചാരം.
പിന്നെ ആരൊക്കെയുണ്ട്? ദൃഷ്ടകേതു ചേകിതാന കാശിരാജൈച്ച വീര്യവാൻ പുരുജിത് കുന്തി ഭോജൈച്ച ശൈബേച്ച നരപുങ്കവ. ദൃഷ്ടകേതു ഉണ്ട്. ദൃഷ്ടകേതു ചേകിതാന കാശിരാജ ച വീര്യവാൻ പുരുജിത്ത് കുന്തിഭോജക ശൈബ്യ നരപുങ്കവ. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഓരോരുത്തരുടെയും പ്രത്യേകം പേരാണ് നമ്മൾ തോന്നിന്നിരിക്കാം. പക്ഷെ ചിലപ്പം വിശേഷ്യമായിരിക്കും. വിശേഷിപ്പിക്കുന്ന, അതായത് കാശിരാജ വീര്യവാൻ, വീര്യവാനായ കാശിരാജ എന്നർത്ഥം, ശക്തനായ കാശിരാജ എന്നർത്ഥം. അപ്പൊ നമ്മൾ വിചാരിക്കും കാശിരാജ വീര്യവാൻ രണ്ടുപേരാണെന്നല്ല. സംസ്കൃത പദത്തിൽ അങ്ങനെ ഒരുപോലെ ഇരിക്കും പദം. പേര് പോലെ തന്നെ വിശേഷണവും പറയും. നമ്മൾ മലയാളത്തിൽ അങ്ങനെ ചെയ്യാറില്ല. മലയാളത്തിൽ ഏതെങ്കിലും സുന്ദരിയായ കുട്ടി എന്നിട്ട് ആയ എന്നൊക്കെ നമ്മൾ ചേർക്കത്തില്ല. ഇവിടെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ അധ്യാഹാരം ചെയ്ത് മനസ്സിലാക്കിക്കോണം. കാശിരാജ, വീര്യവാനായ കാശിരാജാവ് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ. ശൈബീച്ച നരപുങ്കവ വേറൊരു ഉദാഹരണമാണ്. നരപുങ്കവ എന്ന് പറയുന്നത് വേറൊരാളല്ല. അല്ല, മനുഷ്യ ശ്രേഷ്ഠനായ നരപുങ്ക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശ്രേഷ്ഠൻ. അതാരാണ്? നരപുങ്കവ. അപ്പോ സംസ്കൃത പദത്തില് അങ്ങനെയൊക്കെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അത് ഒന്നിച്ച് ഒരു ഒരേ പദമാണ്. ഓരോരുത്തരുടെയും പേര് പരിചയപ്പെടുത്താണ്. യുധാമന്യുച്ച വിക്രാന്ത ഉത്തമൗജാച്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാച്ച സർവ ഏവ മഹാരഥാ. യുധാമന്യു ച വിക്രാന്ത ഉത്തമൗജാഹ വീര്യവാൻ. അവിടെയും വീര്യവാനായ ഉത്തമൗജസ് എന്നർത്ഥം. ഉത്തമൗജസ് ശക്തനായ വീര്യം ഉള്ള ഉത്തമൗജസ്. സൗഭദ്ര, നമുക്കറിയാം, സുഭദ്രയുടെ പുത്രൻ അഭിമന്യു, അർജുനന്റെ പുത്രൻ അഭിമന്യു. ദ്രൗപദേയാഹ എന്ന് പറയുമ്പോൾ ബഹുവചനം എന്നർത്ഥം. ബഹുവചനം. ദ്രൗപദിക്ക് 5 പുത്രന്മാരാണ് ഉള്ളത്. ദ്രൗപദേയാഹ ച സർവേ ഏവ മഹാരഥ. അവരൊക്കെ വലിയ മഹാരഥന്മാരാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വലിയ മഹാരഥന്മാർ എന്നുള്ള അർത്ഥം മാത്രമല്ല, മഹാരഥൻ എന്നുള്ള പദവി കിട്ടണമെങ്കിൽ അതിന് ഇത്ര പേരെ യുദ്ധം ചെയ്യാനുള്ള, ഇത്ര സൈന്യമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ഉള്ള ശക്തി ഉണ്ടായിരിക്കണം അവർക്ക്. അങ്ങനെയൊക്കെയാണത് അതിന്റെ നിയമമുള്ളത്. വെറും ഒരു വിശേഷണ പദമായിട്ട് മനസ്സിലാക്കേണ്ട മഹാരഥന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യുധാമന്യുച്ച വിക്രാന്ത ഉത്തമൗജാച്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാച്ച സർവ ഏവ മഹാരഥാ. മാത്രമല്ല വേറെ ധാരാളം മഹാരഥന്മാരുണ്ട്. ആരുണ്ട്? പാണ്ഡവന്മാരുടെ സൈഡിലെ യുധാമന്യുണ്ട്, വിക്രാന്തനുണ്ട്, ഉത്തമൗജസുണ്ട്. പിന്നെ അവരെല്ലാം വീര്യന്മാരാണ്. സൗഭദ്ര ദ്രൗപദേയാച്ച അത് ഓൾറെഡി പറഞ്ഞല്ലോ. അസ്മാകം വിശിഷ്ടായി. ഇനി പാണ്ഡവരുടെ സൈഡിലുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ്? അസ്മാകം വിശിഷ്ടായ താൻ നിബോധ ദിജോത്തമ നായകാ മമ സൈന്യസ്യ സംയാർത്ഥം താം പ്രവീമതേ. അങ്ങയുടെ അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഇനി എന്താണ് പറയുന്നത്? ഹേ ദിജോത്തമ, നമ്മളുടെ പക്ഷത്തുള്ള പ്രധാനപ്പെട്ട സൈന്യ നായകന്മാരെ ഞാൻ പറഞ്ഞു തരാം അങ്ങേക്ക്. നമ്മുടെ സൈന്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ തിരിച്ചറിയുന്നതിനായി ഞാൻ അങ്ങോട് വീണ്ടും പറയുകയാണ്. ഭവാൻ അങ്ങുണ്ട്. ഭവാൻ ഭീഷ്മച്ച കർണച്ച കൃപച്ച സമിതിജയ അശ്വത്ഥാമാ വികർണച്ച സൗമദത്യസ്തഥൈവ ച. ഭവാൻ ഭീഷ്മഃ ച കർണഃ ച കൃപഃ ച സൗമതിജയഃ അശ്വത്ഥാമ വികർണഃ സൗമദത്തിഃ തഥാ ഏവ ച. അങ്ങുണ്ട്, ഭീഷ്മരുണ്ട്, കർണനുണ്ട്, യുദ്ധത്തിൽ വിജയായ കൃപാചാര്യർ കൃപച്ച സമിതി ജയ. യുദ്ധത്തിൽ വിജയായ കൃപാചാര്യരുണ്ട്. പിന്നുണ്ട് അശ്വത്ഥാമാവുണ്ട്, വികർണനുണ്ട്, സൗമദത്യായ ഭൂരിശ്രവസ് സൗമദത്യ തഥൈവച. ഇവരെല്ലാം അങ്ങനെ നമ്മളുടെ പക്ഷത്തുണ്ട്, ഞങ്ങളുടെ പക്ഷത്തുണ്ട്, നമ്മളുടെ പക്ഷത്തുണ്ട്. പിന്നെയോ അവര് മാത്രമേ ഉള്ളൂ? ഇല്ല,
അന്യേജ ബഹവശ്ശൂരാഹ മദർത്ഥേ ത്യക്തജീവിതാഹ നാനാശസ്ത്രപ്രഹരണാഹ സർവേ യുദ്ധവിശാരദാഹ. സർവേ യുദ്ധവിശാരദ, യുദ്ധത്തിൽ വളരെയധികം വിദഗ്ധന്മാരാണ് അവർ. ആരെല്ലാം? അന്യേജ ബഹവശ്ശൂരാഹ, മറ്റു ധാരാളം ധാരാളം ശൂരന്മാരായ, ശക്തന്മാരായ, അവരെല്ലാം നാനാ ശസ്ത്രങ്ങളുമായി ഉപയോഗിക്കാൻ അറിയാവുന്നവരാണ്. അവരെല്ലാം മദർത്ഥേ, എനിക്ക് വേണ്ടിയിട്ട് ജീവിതം പോലും ത്യജിച്ചിട്ട്, എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്ന ധാരാളം ധാരാളം യോദ്ധാക്കൾ അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തുദമേ തേഷാം ബലം ഭീമാഭിരക്ഷിതം. ഇവിടെ അദ്ദേഹം എന്താണ് പറയുന്നത് ശ്രദ്ധിക്കുക. നേരത്തെ നമുക്ക് തോന്നിയ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഭയം കൊണ്ടായിരിക്കുമെന്ന്. ഇവിടെ നമുക്ക് ഭയം മറച്ചു വെക്കാനുള്ള ഒരു പ്രവണതയായിരിക്കാം ഒരു പക്ഷേ എന്ന് തോന്നാം. ഒരു പക്ഷേ അദ്ദേഹത്തിന് ആപ്പാടെ ഭ്രമം, മനസ്സിന് ഭ്രമം ഉണ്ടാകുമ്പോൾ എന്താണ് പറയുക എന്ന് നമുക്കറിയില്ലല്ലോ. മുമ്പോട്ട് പോകുമ്പോൾ നമ്മളതേപ്പറ്റി പഠിക്കും. കാമക്രോധ ലോഭ മോഹാദികളെ ബുദ്ധിയെ ഭ്രമം ഉണ്ടാക്കുന്നു. ബുദ്ധി ഭ്രമം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്കറിയില്ല. പ്രണശ്യത്തി, നശിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുക. നമ്മളെ പഠിക്കും പിന്നെ. അതുകൊണ്ട് ഒരു ബുദ്ധിഭ്രമത്തിൽ കൂടെ ആയിരിക്കണം ഈ പരിചയപ്പെടുത്തലിന്റെ താല്പര്യം. അല്ലെങ്കിൽ ഭീഷ്മരോടും ദ്രോണാചാര്യരോടും ഈ യുദ്ധത്തിൽ ഉള്ള മഹാരഥന്മാരെ ആരൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷേ ദ്രോണാചാര്യരോ ഭീഷ്മരോ പാണ്ഡവ സൈന്യത്തോട്, പാണ്ഡവന്മാരോടുള്ള സ്നേഹം കൊണ്ട് അല്പം വിട്ടുവീഴ്ച ചെയ്താലോ അരുത്, അവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്ന് ബോധിപ്പിക്കാനായിരിക്കാം. ഒരുപക്ഷെ തന്റെ സിമ്പിൾ ഭയം കൊണ്ടായിരിക്കാം. ഏതായാലും അദ്ദേഹം രണ്ട് സൈന്യത്തെയും പരിചയപ്പെടുത്തുന്നു നമുക്ക്. എന്നിട്ട് പറയുകയാണ്, അപര്യാപ്തം തദസ്മാകം ബലം ഭീമാഭിരക്ഷിതം, ബലം ഭീഷ്മാഭിരക്ഷിതം, അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. അപര്യാപ്തമാണ്. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തുതമേ ദേശാം ബലം ഭീമാഭിരക്ഷിതം. ഭീമാഭിരക്ഷിതം പര്യാപ്തമാണ്. ഭീമാഭിരക്ഷിതം പര്യാപ്തമാണ്. അപര്യാപ്തം തത് അസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം അപര്യാപ്തമാണ്. ഭീഷ്മ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം അളവറ്റതും ശക്തവുമാണെന്നാൽ ഭീമൻ രക്ഷിക്കപ്പെടുന്നത് ഇവരെ സൈന്യം പരിമിതമാണ്. രണ്ട് രീതിയിലും അന്വേഷിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഏത് രീതിയിൽ അർത്ഥമെടുക്കണോ ആ രീതി നമുക്ക് അന്വയത്തിൽ കൂടെ നമുക്ക് എടുക്കാം. രണ്ടർത്ഥം എടുക്കാം. ഏതെങ്കിലും വേണമെങ്കിൽ സ്വീകരിച്ചോളൂ നമ്മൾ. ഒന്നുകിൽ ഭീഷ്മ രക്ഷിക്കപ്പെടുന്ന സൈന്യം അളവറ്റതാണ്, അതുകൊണ്ട് ശക്തനാണെന്നും, അല്ലെങ്കിൽ അപര്യാപ്തം എന്നുള്ള വാക്ക് ഒക്കെ നമുക്ക് അപ്പുറത്തോടും ഇപ്പുറത്തോടും കൊടുക്കാം. അല്ലെ, ആദ്യത്തെ ശ്ലോകത്തിലോ രണ്ടാമത്തെ ശ്ലോകത്തിലോ കൊടുക്കാം നമുക്ക്. എന്നാൽ സാധാരണ അർത്ഥം പറയുക നമ്മളെ അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. ഭീഷ്മരാൽ രക്ഷിക്കപ്പെട്ടത് നമ്മുടെ സൈന്യം അപര്യാപ്തമാണ്, ഭീമനാൽ രക്ഷിക്കപ്പെട്ടത് പര്യാപ്തമാണ്. ഇനി പര്യാപ്തം എന്ന് പറയുന്ന വാക്ക് അർത്ഥം എന്താണ്? അളവറ്റതാണ്. അവിടെയും നമുക്ക് രണ്ട് രീതിയിലും മനസ്സിലാക്കാം. ഒന്ന്, നമ്മുടെ ഭീഷ്മരാൽ രക്ഷിക്കപ്പെട്ടത് പര്യാപ്തമല്ല എന്ന് നമുക്ക് ഇതിൽ കൂടെ അന്വയത്തിൽ കൂടെ മനസ്സിലാക്കാം. ഏതായാലും വലിയ പ്രാധാന്യമുള്ള ഒരു ഭാഗമല്ല നമുക്കതേപ്പറ്റി വിചാരണ ചെയ്യുന്നത്. അന്വയം ചെയ്യുന്നതനുസരിച്ച് അർത്ഥം മാറുന്നതോടെ അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാം ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മം ഏവ അഭിരക്ഷന്തു
ഭവന്തഃ സർവേ ഏവ ഹി, എല്ലാ യുദ്ധസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഭീഷ്മരെ രക്ഷിച്ചുകൊള്ളുക എന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം. പ്രത്യേകിച്ച് പിതാമഹനെ രക്ഷിച്ചുകൊള്ളണേ എന്നൊരു നിർദ്ദേശമുണ്ട്. അപ്പോ അവിടെയും നമുക്ക് സംശയം, ഭ്രമം തന്നെ, അദ്ദേഹത്തിന് ഭ്രമം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഭീഷ്മരെ രക്ഷിക്കാൻ എന്തിനു പറയുന്നു? മഹാരഥനാണ് ഭീഷ്മർ. പരശുരാമ ഋഷിയോട് യുദ്ധം ചെയ്ത ഒരു കഥയുണ്ട്. പരശുരാമൻ അദ്ദേഹത്തിന്റെ ഗുരുവാണ്. ഗുരുവിനെ അവിടെ അദ്ദേഹത്തിന് യുദ്ധം ചെയ്തേണ്ടി വന്നു. ഗുരു അമ്പയെ വിവാഹം കഴിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ വലിയ ശപഥം എടുത്തിട്ടുണ്ട്, ഞാൻ വിവാഹം കഴിക്കുകയില്ല, നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് ഞാൻ ജീവിക്കും എന്നൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് അച്ഛന്. അത് ലംഘിക്കാൻ അദ്ദേഹത്തിന് സാധിക്കത്തില്ല. എന്നാൽ ഗുരു പറഞ്ഞു, അമ്പയെ നീ വിവാഹം കഴിക്കണം. ഏത് ശപഥം ചെയ്താലും ഗുരുവാക്യത്തിന് ഉപരിയില്ല എന്നാണ് പരശുരാമൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. ഗുരുവാക്യമാണ് പ്രാധാന്യം. അതുകൊണ്ട് ഗുരു പറയുന്നത് കേൾക്കണം. ഭീഷ്മരെ നിഷേധിച്ചു. പിന്നെ സാധിക്കില്ല ഗുരു, എനിക്ക് എൻ്റെ പ്രതിജ്ഞ ത്യജിക്കാൻ സാധിക്കത്തില്ല. പരശുരാമൻ പറഞ്ഞ, അങ്ങനെയാണെങ്കിൽ നീ എന്നോട് യുദ്ധം ചെയ്യണം. ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ഗുരുവിനോട് യുദ്ധം ചെയ്യുന്നത് പാപമാണ്. പക്ഷെ തൻ്റെ വ്രതം, തൻ്റെ നിശ്ചയം, അത് ലംഘിക്കാൻ അദ്ദേഹത്തിന്, അച്ഛനോട് ചെയ്ത വാഗ്ദാനം, അതിന് ലംഘിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. യുദ്ധം തുടങ്ങി. 7 ദിവസം വളരെ കഠിനമായ ക്രൂരമായ യുദ്ധം ചെയ്തു പോലും. 7 ദിവസം. നമുക്കറിയാം, പരശുരാമൻ എല്ലാ ക്ഷത്രിയന്മാരും പേടിക്കുവാൻ പരശുരാമൻ അതിൻ്റെ പേര് കേട്ടാൽ പോലും അത്ര 3 പ്രാവശ്യം ക്ഷത്രിയന്മാരെ ചുറ്റി നടന്ന് ഭാരതത്തിൽ അവരെ വധിച്ചു. അദ്ദേഹത്തെ നമുക്കറിയാം. അദ്ദേഹവുമായിട്ടാണ് യുദ്ധം ചെയ്യുക ഭീഷ്മൻ. 7 ദിവസം യുദ്ധം ചെയ്തിട്ട് 2 പേരും വിട്ടുകൊടുത്തില്ല പോലും. അവസാനം യുദ്ധം നടത്തി. ഇങ്ങനെ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി. അത്ര മഹാരഥനായ ഭീഷ്മർക്ക് എന്തിനു വേണ്ടി സംരക്ഷണം ആവശ്യം? അല്ലേ? എന്തിനു വേണ്ടി സംരക്ഷണം ആവശ്യം? ഇപ്പോൾ ദുര്യോധനന്റെ ഒരു ഭ്രമം തന്നെയാണോ, അതോ അദ്ദേഹത്തിന്റെ പേടി കൊണ്ടാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അടുത്ത സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിതാമഹൻ ഒരു പക്ഷെ തോന്നിക്കാണണം, എൻ്റെ കൊച്ചുമകൻ അല്പം എന്താണ് അവൻ ചെയ്യുന്നതെന്ന് അറിയില്ല, യാതൊരു ആവശ്യമില്ലാത്തൊരു കാര്യമാണിത്. പക്ഷെ ഒരു പക്ഷെ അവൻ്റെ ഭയം കൊണ്ടായിരിക്കും. അവനെ ഉണർത്തേണ്ടത് ആവശ്യമാണ്. ഈ സമയത്ത് യുദ്ധത്തിന് യാതൊരു മനസ്സിൽ നല്ല ധൈര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അദ്ദേഹത്തെ ഉണർത്തേണ്ട ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് പിതാമഹൻ ശങ്കെടുത്തു. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃത്ത പിതാമഹ സിംഹനാദം വിനോദ്യ ശംഖം ദത്മോ പ്രതാപവാൻ. തസ്യ സഞ്ജനയൻ ഹർഷം. തസ്യ സഞ്ജനയൻ ആരെ? ദുര്യോധനെ ഉണർത്തി അദ്ദേഹം സന്തോഷമുണ്ടാക്കി. തസ്യ എന്ന് പറഞ്ഞാൽ അവൻ്റെ എന്നർത്ഥം. അത് ദുര്യോധന്റെ സഞ്ജനയൻ ഹർഷം കുരുവൃത്ത പിതാമഹനായ കുരുവൃത്തൻ, പിതാമഹനായ ഭീഷ്മർ. സിംഹനാദം, ശങ്കെടുത്തിട്ട് സിംഹനാദം വിനോദ്യ ഉച്ചൈഹി സിംഹനാദം ശംഖം ദത്മോ പ്രതാപവാൻ. പ്രതാപവനായ ഭീഷ്മർ ആ സിംഹനാദം പോലെ ഉറക്കെ മുഴക്കി ശംഖമൂതി. അപ്പോൾ ബാക്കി കൗരവന്മാരും അവരെല്ലാവരും റെഡിയായി നടത്തി. എല്ലാവരും ഉണർന്നു യുദ്ധം ചെയ്യാനായിട്ട്. ദുര്യോധന്റെ ഭയമായിരുന്നെങ്കിൽ ആ ഭയമാണെന്ന് നമ്മൾ ഊഹിച്ചെടുക്കുക. എന്താണെന്ന് നമുക്കറിയില്ല. ഒരു വിഭ്രാന്തി കൊണ്ടായിരിക്കണം അദ്ദേഹം ഇങ്ങനെ ചെയ്തെന്നേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും തതശങ്കാച്ച പേരേച്ച പണവാനക ഗോമുഖാഹ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തുമുലോ ഭവത്. തതഃ ശംഖാഹ ച ഭേര്യഃ ച
പണവ ആനക ഗോമുഖാഹ. ഒറ്റ വരിയല്ല, ഒരു വരിയിലെ 3 പദങ്ങളാണ്. പണവ ആനക ഗോമുഖാഹ. അടുത്തതുപോലെ സന്ധിയാണ്. സഹസാ സഹസൈവാഭ്യഹന്യന്ത. സഹസാ ഏവ അഭ്യഹന്യന്ത. സഹസാ ഏവ അഭ്യഹന്യന്ത. സഹ ശബ്ദ തുമല അഭവത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? ശംഖുകളെ, ഭേരികളെ, പണവം, ആനകം, ഗോമുഖം തുടങ്ങിയ എല്ലാ വാദ്യങ്ങളും. പണവ ആനക ഗോമുഖ. ഇതെല്ലാം അതെല്ലാം പണവാനക ഗോമുഖ. ഇതെല്ലാം നമ്മളുടെ ശബ്ദം ഉയർത്തി പാണ്ഡവരുടെ സൈഡിൽ നിന്നും കൗരവരുടെ സൈഡിൽ നിന്നും. തദ്ശ്വേതൈർഹയൈർയുക്തൈ മഹതി സ്യന്തനെ സ്ഥിതൗ മാധവ പാണ്ഡവ ചൈവ ദിവ്യൗ ശംഖൗ പൃഥക് മധു. യുദ്ധം ആരംഭിക്കുന്നു. യുദ്ധം ആരംഭിക്കാനുള്ള സൂചന ഭീഷ്മർ തന്നു. അന്ന് യുദ്ധം തുടങ്ങേണ്ട സമയമായി എന്ന് പിന്നെ പാണ്ഡവ സൈന്യത്തിന് മനസ്സിലായി. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? വെളുത്ത കുതിരകളാൽ നയിക്കപ്പെട്ട ആ മഹത്തായ രഥത്തിൽ നിന്നുകൊണ്ട് മാധവനായ ശ്രീകൃഷ്ണൻ പാണ്ഡവനായ അർജുനനും തങ്ങളുടെ ദിവ്യമായ ശംഖുകൾ ഊതി. അവർക്കൊക്കെ ശംഖുകൾക്ക് പേരുണ്ട്. മറ്റേ കൗരവന്മാരുടെ സൈഡിലൊക്കെ ശംഖുകൾക്കൊന്നും പേര് പറഞ്ഞില്ല. ഉണ്ടോ ഇല്ല നമുക്കറിയില്ല. ഏതായാലും പേര് പറഞ്ഞില്ല. ദിവ്യശംഖുകളാണ് അവർക്ക് കിട്ടണം. ദിവ്യശംഖുകൾ ഓരോ അനുഗ്രഹത്തിൽ കൂടെ കിട്ടിയതോ ഒക്കെ ആണ്. ചില കഥകളൊക്കെ നമുക്കറിയാവുന്നതായതുകൊണ്ട് നമുക്കറിയാം പ്രത്യേക സന്ദർഭത്തിൽ കിട്ടിയ ഒക്കെയാണ്. ഏതായാലും തദ്ശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്തനെ സ്ഥിതൗ മാധവ മാധവ പാണ്ഡവ ചൈവ ദിവ്യൗ ശംഖൗ പൃഥക് മധു. തതഃ ശ്വേതൈഹി ഹയൈഹി യുക്തൈഹി. ശ്വേതൈഹി എന്ന് പറഞ്ഞാൽ വെളുത്തെന്നാണ്. ഹയൈഹി യുക്തേ മഹതി സ്യന്തനെ സ്ഥിതൗ മാധവ പാണ്ഡവ ച ഏവ ദിവ്യൗ ശംഖൗ പൃഥക് മധു. അവർ പ്രത്യേകം അവരുടെ യുദ്ധം, അവരുടെ ശംഖ് അവരെ ശംഖം ഊതി നടത്തും. ഏതെല്ലാം ശംഖുകളുടെ പേര് പറയുകയാണ് ഇവിടെ. പാഞ്ചജന്യം ഋഷികേശ. ഋഷികേശൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ശംഖ് പാഞ്ചജന്യം. നമുക്ക് പാഞ്ചജന്യത്തെ പറ്റി കഥകൾ നമ്മളെ ഭാഗവതത്തിൽ പഠിച്ചിട്ടുണ്ട്. പാഞ്ചജന്യം ഋഷികേശോ. കേശോ എന്ന് പറഞ്ഞാൽ കേശ. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ. പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമ്മ മൃഗോദര. പാഞ്ചജന്യം ഋഷികേശ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മോ മഹാശംഖം ഭീമകർമ്മ മൃഗോദര. ഋഷികേശനായ ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എന്ന ശംഖം ഊതി. ധനഞ്ജയനായ അർജുനൻ ദേവദത്തം എന്ന ശംഖം. ഭയങ്കരനായ വീരകൃത്യങ്ങൾ ചെയ്യുന്ന വൃഗോദരനായ ഭീമൻ. പൗണ്ഡ്രം ദത്മോ മഹാശംഖം ഭീമകർമ്മ വൃഗോദര. അതെല്ലാം അദ്ദേഹത്തിന്റെ, വൃഗോദരനൊക്കെ അദ്ദേഹത്തിന്റെ വിശേഷണമാണ്. വൃഗോദരൻ, ഭീമകർമ്മ വൃഗോദര. ഭയങ്കരമായ കൃത്യങ്ങൾ ചെയ്യുന്ന ആ വൃഗോദരനായ ഭീമൻ പൗണ്ഡ്രം എന്ന മഹാശംഖം ഊതി. യുദ്ധം ആരംഭിക്കാൻ പോകുന്നു ഇനി. അടുത്ത അധ്യായത്തിൽ ഇനി യുദ്ധം ആരംഭിക്കാവുന്നത്, യുദ്ധത്തിലേക്ക് നമുക്ക് കിടക്കാം. യുദ്ധം തുടങ്ങാൻ പോകുന്നു. ഇപ്പം 2 സൈഡിൽ നിന്ന് ശംഖുകൾ ഊതി യുദ്ധത്തിനുള്ള യോദ്ധാക്കൾ മുമ്പോട്ട് ഓടുന്നു. നമ്മൾ ഭാരതം മൂവി കണ്ടുള്ളൂ. അവരെ ഓടാൻ പോവാണെങ്കിൽ യുദ്ധം ചെയ്യാനായിട്ട്. ഈ യുദ്ധത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അടുത്ത സെഷനിൽ എന്ന്. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.